ടൗണിൽ ഓട്ടോറിക്ഷ യാത്രയാണ്. എന്തായാലും ബീച്ചിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ കോഴിക്കോട് വരികയാണെങ്കിലും ബീച്ചിൽ തോന്നി വന്ന് കുറച്ച് സമയം ഇരുന്നിട്ടേ പോകുള്ളൂ. അതാണിപ്പോൾ ഇന്നൊന്ന് വന്നത്. നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്ന കാലത്ത്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ബീച്ചിൽ വന്നിരുന്നു. കാപ്പാട് ബീച്ചിലൊക്കെ പോയിരുന്നു, ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നിപ്പോൾ കോഴിക്കോട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ബീച്ചിൽ കയറി പോകാം. ബീച്ചിലെ പുതിയ കാഴ്ചകൾ കാണാമല്ലോ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് സന്ദർശിക്കാൻ പറ്റിയ ടൂറിസ്റ്റ് ലൊക്കേഷനുകളുണ്ട്. പക്ഷേ നമ്മൾ ടൗണിൻ്റെ അടുത്ത് എപ്പോഴും ഒരു മുഖ്യ ആകർഷണം ബീച്ച് തന്നെയാണ്. നല്ല രസമാണ് ഇവിടെ വന്ന് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന്. പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ ഈ സമയത്തെ പോലെയല്ല, വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം നിറയെ സന്ദർശകരുണ്ടായിരിക്കും. ആ സമയത്താണ് നല്ല രസം. ഇപ്പോൾ പിന്നെ രാവിലെ ആയതുകൊണ്ട് പിന്നെ അധികം ആളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ സാധാരണ വർക്കിംഗ് ഡേയ്സൊക്കെ അല്ലേ ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നല്ല ജനങ്ങളുണ്ടായിരിക്കും. പിന്നെ സൂര്യാസ്തമയം കാണാനൊക്കെ രസമാണ്. ഇവിടെ നല്ല രസമാണ് വന്നിരിക്കാൻ. ഇവിടെ നല്ല നല്ല എണ്ണക്കടികൾ ഒക്കെ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും ഒരു ചായ കുടിക്കാം, എന്തെങ്കിലും എണ്ണക്കടികളൊക്കെ ഒന്ന് കഴിക്കാം. ഏതായാലും ഉള്ളിവട ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഏതായാലും ഒരു പഴംപൊരിയും കൂടി ആവാം. നേരം 10 മണിയായിട്ടേ ഉള്ളൂ. എന്നാലും ആളുകളൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ.
ചെറിയ കടകളൊക്കെ ഏറെക്കുറെയൊക്കെ തുറന്ന് തുടങ്ങി. ഇനിയിപ്പോൾ ഏതായാലും നടന്ന് നല്ല വെയിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്ഷീണം മാറ്റാൻ ഒരു നാടൻ സർബത്ത് ഏതായാലും അത് കുടിക്കാം.